അപ്പൊ നമ്മളിത് ഇന്ന് സെന്റ് ആൻഡ്രൂസ് ബീച്ചിലാണ്. അപ്പൊ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മള് ഒരു പട്ടം വാങ്ങി പറത്താം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ എയറോഡൈനാമിക്സും ഫ്ലൈറ്റ് കൺട്രോൾ മോഡ്ലെസ് അത് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറത്താൻ പോണേ. ഇവര് സൈഡിലേക്കാണ് പോകുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ പണിയും ഞാൻ പറത്തും. നമുക്ക് കെട്ടിടം പണിയാനും അറിയാം, റോക്കറ്റ് വിടാനും അറിയാം. ഇടത്തോട്ടൊക്കെ ഇങ്ങനെ തിരിക്കുന്നു. നമ്മുടെ ഹരി പട്ടം വാങ്ങിയിട്ടുണ്ട്. 9, 8, 7, 6, 5, 4, 3, 2, 1. Take off. അടിയിൽ എഴുതിട്ടില്ലേ ദേവലോകം ഫ്ലൈറ്റ് 1 പോയി. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലോഞ്ചാണ്. നമ്മൾ ഇനിയും റോക്കറ്റ് വിടും ദേവലോകം വകയായിട്ട്. ദേവലോകം എയർലൈൻസ്. അവര് പറപ്പിക്കുന്ന നോക്കിയേ, ഇതൊന്നും നോക്കിയേ, ഈ അവരതൊന്നും നോക്കിയേ. ആരിലെ ചാടി പിടിച്ചിലേക്ക് ഇവന്റെ അത്രയും താഴ്ത്തി പറത്തുന്ന വേറെ ഒരാളില്ല. വേറെ കൃഷ്ണാസ മേടിച്ച് പറപ്പിക്കണം. ഇപ്പൊ കുറച്ച് പൊക്കം കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു 2000 മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. ഇത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന വിമാനങ്ങളെ എമർജൻസി സിറ്റുവേഷൻ. ലൂസായി കൊടുക്കണം. അതിന്റെ പുറകിൽ കടലേ. സ്പ്ലെൻഡർ നേരെ കടലിലേക്ക് പോകുന്ന തോന്നണ. അറിയില്ല. സ്പ്ലെൻഡറിന് ലൈസൻസ് ഇല്ല. ഞാൻ കയറിയിരിക്കട്ടെ പട്ടത്തില്. ക്യാപ്റ്റൻ ഹൈഡ് ഇങ്ങനെ പറപ്പിക്കേണ്ടത്. പൈലറ്റ് മാറാ, പൈലറ്റ് മാറ. ഇങ്ങനെയാണ് പറപ്പിക്കേണ്ടത്. ഇതുപോലെയാണ് പറപ്പിക്കേണ്ടത്. അയ്യോ, കൃഷ്ണാസിന് ലൈസൻസ് ഇല്ല. പയ്യെ വിട്ടു കൊടുത്താൽ മതി കാറ്റിനനുസരിച്ച്. ഹരി ടേക്ക് ഓഫ് ആണ്. അതെ, ടേക്ക് ഓഫ് ചെയ്തു. എടാ ഇങ്ങോട്ട് നിക്ക്. കണ്ണു വെച്ചതാണ് എന്നെ. എക്സ്പീരിയൻസ് ഡ്രൈവർ. ഹരി എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. എയർ ഹോസ്റ്റസ് ഹരി സാരി എടുത്ത് വന്നടാ. എനിക്ക് ചായ വേണം. എനിക്ക് എയർ ഹോസ്റ്റസ്. എത്ര ദൂരത്തല്ലേ പോകുന്നത്? വട്ടം വെട്ടിയല്ല നമുക്ക്. നമുക്ക് അങ്ങനത്തെ ഒരു ഇൻകോ മൈൻഡ് സെറ്റ് ഒന്നുമില്ല. എന്നാലും ശരിക്കും അത് നാസ. അവിടെ വേറൊരു പട്ടമുണ്ട്. ഏത്? അവിടെ ഒരു ചുവന്ന ISROന്റെ അഭിമാനമാണ് ഈ പോണത്. നമുക്ക് ഇതൊരു പച്ചപ്പട്ടമാണ്. അവിടെ ഒരു ചുവന്ന പട്ടമുണ്ട്, ഒരു നീലപ്പട്ടമുണ്ട്. മഞ്ഞ എന്തുണ്ടെന്ന്. കൊള്ളാം. മഞ്ഞപ്പത്രം. ഇത് ക്രെഡിറ്റ് എടുക്കുക. ഇത് ഞാൻ അത്ര ബുക്ക് ചെയ്ത്. അതെ ആനന്ദിന് ഫോൺ കിട്ടി വേണ്ട. ഫോൺ കിട്ടിയ ഇവിടെ വെട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അറവത്തിന് വന്നിട്ടില്ലേ? തട്ടക്കണം. നമ്മള് ബൈക്കിന്റെ പുറകെ കെട്ടി സെന്റ് ആൻഡ്രൂസ് തൊട്ട് നേരെ ശ്രീകാര്യം വരെ മീൻ പിടിക്കണം. മീൻ പിടിക്കണം. മല വലിക്കുന്ന പോലെയാ. കുറെ കൂടെ ആയിട്ട് പോടാ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആള് പട്ടം പറത്തണേ
ഈ വാർദ്ധക്യ നിമിഷങ്ങളിലും കൊച്ചു മനസ്സോടുകൂടി പട്ടം പറത്താനുള്ള ആ ഒരു മനസ്സ്. കുറച്ച് ടാസ്ക്കാണ് ഇത്. നമ്മൾ ഈ ഇതിൻ്റെ ദിശ കൺട്രോൾ ചെയ്യണതൊക്കെ, കാരണം ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ പെട്ട അങ്ങോട്ട് പോകും, ഇങ്ങോട്ടാക്കുകയാണെങ്കിൽ പെട്ട ഇങ്ങോട്ട്. ഗായ്സ്, ഇങ്ങനെയാണ് ഗായ്സ് നമ്മുടെ ജീവിതവും. ദിശയില്ലാതെ ഓടി നടക്കുന്ന ഒരു പട്ടമാണ് നമ്മൾ. അതെ, നമ്മുടെ നൂലൊക്കെ ആരുടെയോ കയ്യിലാണ്, ആരുടെയാന്ന് കണ്ടുപിടിക്കും. എന്റെ നൂല് എന്റെ കയ്യിൽ തന്നെ, ഇവന്റെ നൂല് വേറെ ആരുടെയോ കയ്യില, അത് വേറെ കാര്യം. പുറകില് മോട്ടർ വെച്ചാലോ, മോട്ടർ വെച്ചിട്ട് വെച്ച് പറക്കില്ലേ. അങ്ങനെ നീ കയറിയിരുന്നു അതിനകത്ത്. ഈ തിരമാലകൾ പോലെയാണ് നമ്മളും. പുലി പോലെ വരും, എലി പോലെ പോകും. ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. നമ്മളിപ്പോ ലാൻഡിങ്ങിനോട് അടുക്കുന്നു. ഒരു എമർജൻസി ലാൻഡിംഗ് ആണ്. കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 120 km/h സ്പീഡിലാണ് കാറ്റ് പോണത്. നമ്മുടെ ഫ്ലൈറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാവരും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മളത് പരിഹരിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആഴ്ചയിൽ നോക്കിയാൽ അറിയാം, പ്രൊഫഷണൽ ആയി കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പ്രൊഫഷണൽ ആയിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യമില്ല. കൃഷ്ണദാസും പ്രൊഫഷണലാണ്, ഹരിയും പ്രൊഫഷണലായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നു. എന്ത് തോന്നുന്നു? നമ്മൾ 100-ലധികം സീറ്റുകളൊക്കെ അഖിൽമാരാര് വരുമെന്നായിരുന്നു. അതെ, അഖിൽമാരായന്റെ നേതൃത്വത്തിലൊരു മന്ത്രിസഭയാണ് ഞങ്ങള് പ്രതീക്ഷിച്ചത്. പക്ഷേ ആരൊക്കെയായിരുന്നു ആ മന്ത്രിസഭയിലുണ്ടായിരുന്ന മറ്റംഗങ്ങൾ? മറ്റംഗങ്ങള് പറയാനില്ല. സുര രാജീവ് ഏത് വകുപ്പ്? സുരേൻ അറിയില്ല എന്താ അത്? ഓക്കെ, നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ഏത് വിദ്യാഭ്യാസം. അദ്ദേഹം ഡോക്ടർ എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ അറിയിക്കുന്ന ഒരു സാധനം ഡോക്ടർ. അതെ, ആരോഗ്യ വകുപ്പ് കൊടുക്കാറുന്നല്ലേ ഒന്നുകൂടെ നല്ലത്? ആരോഗ്യ അഞ്ജലി നായറിന് കൊടുക്കാം. അവര് നല്ലൊരു സിനിമ നടിയാണ്, ആരോഗ്യത്തെ കുറിച്ചുള്ള അറിവുള്ള ഒരാളാണ്. അതെ അതെ. ഗതാഗതം ആർക്ക് കൊടുക്കണം? പിന്നല്ല അങ്ങോട്ട് നോക്കൂ, നമ്മുടെ ഫ്ലൈറ്റിന്റെ മേളിലൂടെ വേറൊരു ഫ്ലൈറ്റ് പോകണു. സ്കൂട്ടിയുടെ അയ്യോ 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 ദിശ മാറിപ്പോയി. പൈലറ്റ് നമ്മളെ രക്ഷിച്ചു. തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് നമ്മുടെ പ്ലെയിൻ പോയത്. ഏകദേശം ഒരേ ഒരു ആൾട്ടിറ്റ്യൂഡിൽ തന്നെ സാഹസമായ മാന്യൂവർ കാരണം രക്ഷപ്പെട്ടിരിക്കും.